സംസ്ഥാനത്താദ്യമായി ഡാൻ 65 നെല്ല് വിളയിച്ച പാലക്കാട്ടെ കർഷകൻ എലപ്പള്ളി സ്വദേശി ചെന്താമരയുടെ പാടത്താണ് അത്യപൂർവ ഇനം നെല്ല് വിളയിച്ചത്. കുറഞ്ഞ ജലലഭ്യതയുള്ള പ്രദേശത്ത് നല്ല വിളവ് ലഭിക്കും എന്നതാണ് ഡാൻ 65 നെല്ലിന്റെ പ്രത്യേകത. തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന ഡാൻ 65 കേരളത്തിലും പൊൻകതിരിട്ടു. എലപ്പുള്ളി കൃഷിഭവൻ പരിധിയിലെ ചെന്താമരയുടെ പാടത്താണ് ഡാൻ 65 പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിജയഗാഥ കൊയ്തിരിക്കുന്നത്. സാധാരണ നെല്ലിനെ അപേക്ഷിച്ച് വെള്ളം കുറച്ചു മതിയെങ്കിലും ഒരാൾ പൊക്കത്തിലാണ് നെല്ലിന്റെ വളർച്ച. 130 മുതൽ 140 ദിവസം വരെയാണ് ഡാൻ 65ന്റെ വളർച്ചാ കാലാവധി. കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി കൂടുതലുള്ള വിഭാഗത്തിൽപ്പെടുന്നതാണ് ഡാൻ 65 നെല്ലെന്ന് കർഷകൻ ചെന്താമര. കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടുള്ള സംരംഭമാണ്. കേരളത്തിൽ എവിടെ ഈ പുതിയ നെൽവിത്ത് കൃഷി ചെയ്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാറ് പാകി 20 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ 100-130 ദിവസത്തോളം പ്രായം വരും ഇതിൻ്റെ. ഇപ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്ത കൃഷി ചെയ്തിലേക്ക് വെച്ച് വളരെ ഹൈറ്റ് കൂടിയിട്ട് നല്ല വൈറ്റ് നെല്ലാണ്. നമ്മൾ പാലക്കാട് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് തന്നെ മുഴുവൻ കർഷകർക്ക് പുതിയ നെൽവിത്ത് കൊടുത്ത് പുതിയ സംരംഭവും സാധാരണ പറഞ്ഞൊരു നെൽവിത്താണ് എല്ലാവരും ഉപയോഗിക്കുക. അത് മാറ്റിക്കൊണ്ട് പുതിയൊരു കൃഷി രീതി കൂടെ പോകാനുള്ളൊരു മുന്നോക്കമാണ് നമ്മൾ ഈ കൃഷിക്കോട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അത്യപൂർവങ്ങളായ പരമ്പരാഗത വിത്തിനങ്ങൾ വിളയിച്ച് കാർഷിക സംസ്കാരം വീണ്ടെടുക്കുകയാണ് എലപ്പുള്ളി കൃഷിഭവൻ. മാപ്പിള സാമ്പ, ആന്തൂർ കിച്ചലി, കലാബട്ടി, ഡാൻ 65 എന്നിങ്ങനെ 10 നെൽവിത്തുകളാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ എലപ്പുള്ളിയിൽ വിളഞ്ഞത്. ഡാൻ 65 എന്ന പുതിയ ഇനം നെൽവിത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിജയഗാഥ നേടിയിരിക്കുകയാണ് പാലക്കാട്ടെ ചെന്താമര എന്ന കർഷകൻ. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.